പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാവും. ഈ റോഡ് പഞ്ചായത്തിൻ്റെ ആസ്തിയിലുണ്ടോ? അവിടെ മതിലിട്ട് സ്വകാര്യ വ്യക്തി ഇങ്ങനെ മതിലിട്ട് 41 മീറ്റർ വരെ മതിൽ കയറ്റിയിട്ടില്ല. 41 മീറ്ററേ ഉള്ളൂ ആസ്തിയിൽ. 41 മീറ്ററേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നീളം. 41 മീറ്ററാണ് ആകെയുള്ള നീളം റോഡ്. അതിനുശേഷം റോഡില്ല, നമുക്ക് ആസ്തിയിലില്ല. അതിനുശേഷം പഞ്ചായത്തിൻ്റെ ആസ്തിയിലില്ല. നിങ്ങൾ പഞ്ചായത്ത് ആസ്തി ഒരു ഫോം സാർ 4 തവണ ഞാൻ താലൂക്കിൽ സർവേയിൽ കൊടുത്തതാണ്. ആ താലൂക്ക് സർവേർ ഒന്ന് വിളിക്കും. ഇത് എന്താ ഇവര് വന്നിട്ട് ഇവര് വന്ന് നോക്കിയിട്ട് ഞാൻ വന്നു. അത് ഈ അദാലത്ത് കിടക്കുന്നോട് പോയതാ? എത്ര 4 തവണ എന്ന് പറയുമ്പോൾ ആദ്യത്തെ തവണ കൊടുത്ത ഏത് 2013 നടന്ന അന്ന് 2013 ഈ മതിൽ വെക്കുന്നത്. 10 കൊല്ലം മുമ്പ്. ഇത്രയും കാലം ഞങ്ങൾ കഷ്ടപ്പെടുത്തി സാർ. ഇതിൽ എനിക്ക് പരിഹാരമാവാണ്ട് ഞാൻ ഇവിടെ നീറ്റ് പോകില്ല. ഇത് ആർക്കും കാണാം. ഇതുവരെ പഞ്ചായത്ത് റോഡ്, അത് കഴിഞ്ഞ് 2 ഭാഗവും അദ്ദേഹം അതിൽ വെച്ചിട്ട് ഗേറ്റ് വെച്ചാൽ ഉടനെ ഇവിടെ നിന്ന് റിപ്പോർട്ട് എടുക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഡേറ്റ് ഇപ്പോൾ തീരുമാനിച്ച് സർവേ നടത്താൻ തീരുമാനിക്കും. സർവേക്ക് അവർ വന്നിരുന്നു. അവർ പറഞ്ഞു ഇനി മെഷീൻ കൊണ്ട്. സർവേ നടത്തിയല്ലോ? ഇല്ലല്ലോ. ഇല്ല. സർവേക്ക് വന്നോ, അവിടെ വന്ന് ചായ അടിച്ച് പിരിഞ്ഞോ പോയോ എന്നുള്ളല്ലോ. സർവേ നടത്തിയല്ലോ? ഇല്ല, ഇതുവരെ നടത്തിയില്ല. 4 തവണ സർവേ നടത്താൻ പറ്റും. ജനുവരി 6-നകം സർവേ നടത്തും സാറേ. അതിൽ ആ റോഡ് പാടം വരെ പോകുന്ന റോഡാണ്. ഇവിടെ എന്താ പറഞ്ഞത്? സാറേ എൻ്റെ പരാതിയില്ലേ അവിടെ ധാരണയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? സാറേ എൻ്റെ പരാതി ഇവിടെ ഒരു തീയതി തീരുമാനിച്ചാൽ തീയതി നടക്കണം. ഇനി പഞ്ചായത്ത് സെക്രട്ടറി ബാക്കി ചെയ്യണം സാറേ. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രമാണിയാണെന്ന് വെച്ചിട്ട് എന്ത് തോന്നിയ പോലെ പോകാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമാണ്. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റും. അത് നിങ്ങൾ എത്ര ആൾ എന്നാലും എല്ലാവരും നടപടി വരും. ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അത് അനീതിയാണ്. അതിന് കൂട്ടുവെക്കുന്ന ഉദ്യോഗസ്ഥരെ പേരിൽ നടപടി വരും. ഒരു സംശയമില്ല. പിന്നാലെ കൂടെ വിടാൻ വേണ്ടി പോകുന്നില്ല. മനസ്സിലായില്ല? ബാക്കി ഞങ്ങൾ പോയിക്കോ. നടത്തിയിട്ട് ബാക്കി ചെയ്യാൻ സാർ പറഞ്ഞു. നിങ്ങൾ പോയിക്കോ. നിങ്ങളെ വാക്കിലുണ്ട്, നിങ്ങളൊരിത് നിങ്ങൾ പോയിക്കോ. ശരി. റോഡ് പാടം വരെ പിന്നെ കുളവും പഞ്ചായത്തിൻ്റെ സർവേ നടത്തിയിട്ട് അതെ ബാക്കിയപ്പോൾ നോക്കും. നിങ്ങൾ ധൈര്യത്തിൽ പോയിക്കോ കേട്ടോ. ധൈര്യത്തിൽ പോയിക്കോ. ഒന്നുകൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ വന്ന് പറഞ്ഞു. നടന്നിട്ടില്ലെങ്കിൽ എവിടെ വെച്ച് വന്ന് പറഞ്ഞ് നമുക്ക് ഇടപെടാം കേട്ടോ. അങ്ങനെയൊന്നും ഇവിടെ നടക്കില്ല. അബ്ദുൽ ലത്തീഫ് വന്നോ? ഈ 2 വിഷയത്തിലും പാടം വരെയുള്ള റോഡ് ആസ്തിയിൽ ഉൾപ്പെടുത്തുന്ന വിഷയത്തിലും അതിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്ന പഞ്ചായത്ത് കുളത്തിൻ്റെയും ചുറ്റുഭാഗമുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്ന വിഷയത്തിൽ, ആസ്തിയിൽ ഉൾപ്പെടുത്തുന്ന വിഷയത്തിൽ മന്ത്രിയുടെ സഹായം ഗവൺമെൻറ് കൂടെ ഉണ്ട്, സർക്കാർ കൂടെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമായിട്ടുണ്ട്. അദാലത്തിൽ പങ്കെടുത്തതിൽ ഞാൻ ഇന്ന് സംതൃപ്തനാണ്. ഇനിയൊരു പരാതിയുമായിട്ട്, ഒരു കടലാസുമായിട്ട് ഒരാളുടെ മുന്നിലും എനിക്ക് ഓച്ചാനിച്ച് നിൽക്കേണ്ടതില്ല എന്ന് ഉള്ള വലിയൊരു സംതൃപ്തിയോടെയാണ് ഇന്ന് അദാലത്തിൽ നിന്ന് ഞാൻ പിരിഞ്ഞു പോകുന്നത് എന്നറിയിക്കുന്നു. താങ്ക് യു.